ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കോഴിക്കോട്ടെയാണ് ചെയ്യുന്നത്. ഈ സമയത്ത് കോഴിക്കോട്ട് ചെയ്യുന്നതിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. നാളെ ഞായറാഴ്ച ഓശാനയാണ്. അപ്പോൾ ഓശാന ഞായറാഴ്ചയുടെ തലേദിവസം ശനിയാഴ്ച എല്ലാ ക്രിസ്ത്യാനികളും അവരുടെ വീട്ടിൽ കോഴിക്കോട്ട ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ ഇന്ന് കോഴിക്കോട്ട ഉണ്ടാക്കിയേക്കുന്നത് ആ ഒരു പ്രത്യേകതയും കൂടിയാണ്. അപ്പോൾ നാളത്തെ ഓശാനയുടെ ഒരുക്കം കൂടിയായിട്ടാണ് നമ്മളിന്ന് കോഴിക്കോട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം നമുക്ക് മധുരത്തിനായിട്ട് കുറച്ച് ശർക്കര ഉരുക്കാനായിട്ട് വയ്ക്കാം. അപ്പോൾ ശർക്കര ഉരുക്കാനായിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക. അധികം ആവേണ്ട, കുറച്ച് മതി. പിന്നെ ശർക്കര ഉരുകി വരുമ്പോൾ അതൊരു ലിക്വിഡായിട്ട് വരുമല്ലോ. അപ്പോൾ ഒത്തിരി വെള്ളം ഒഴിച്ചിട്ട് നമുക്കത് സ്റ്റൗവിലോട്ട് വെച്ച് നന്നായിട്ട് ശർക്കര ഉരുക്കിയെടുക്കാം. ശർക്കര ഉരുക്കി അരിച്ച് ചേർക്കുമ്പോൾ അതിലെ കല്ലും മണ്ണും കരടൊക്കെ നമുക്ക് അരിച്ച് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് മുഴുവനായിട്ട് ചേർക്കണേക്കാളും പൊടിച്ച് ചേർക്കണേക്കാളൊക്കെ നല്ലത് ശർക്കര ഉരുക്കി ചേർക്കുന്നതാണ്. ഇനി നമുക്ക് ശർക്കരയിലോട്ടൊരു 4 ഏലക്കായ ചതച്ചതും കൂടി ചേർക്കാം. ഏലക്കായ ശർക്കരയിലോട്ട് ചേർക്കണമെന്നില്ല, അത് പൊടിച്ച് അതിലേക്ക് മിക്സിയിലേക്ക് ചേർത്താലും മതി. അപ്പോൾ ഞാൻ ഇവിടെ ശർക്കരയിലേക്ക് ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ശർക്കരയിലേക്ക് ചേർത്ത് നന്നായി തിളപ്പിക്കുമ്പോൾ ഏലക്കായയുടെ എല്ലാ മണവും സത്തൊക്കെ ശർക്കരയിലോട്ട് ഇറങ്ങും ചെയ്യും. അത് നമുക്ക് അവസാനം അരിച്ചു മാറ്റും ചെയ്യാം. അപ്പോൾ ശർക്കരയുടെ ഒപ്പം തന്നെ കരടും കാര്യങ്ങളൊക്കെ മാറുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഏലക്കായയുടെ തൊണ്ടും കൂടി അതിൽ നിന്ന് അരിച്ചു മാറ്റാനായിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ശർക്കരയിലോട്ട് ഏലക്കായ ചേർത്തത്. ശർക്കര നന്നായി നമ്മൾ അരിച്ചെടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ചേർക്കാം. തേങ്ങയിൽ നന്നായി ശർക്കര പിടിക്കുന്ന രീതിയിൽ ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ശർക്കരയിലുള്ള വെള്ളത്തിൻ്റെ അംശമൊക്കെ നന്നായി വറ്റി വരുന്ന വരെ ഇത് നന്നായിട്ട് സ്റ്റൗവിൽ വെച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൽ തരീശ വെള്ളമുണ്ട്, അതൊക്കെ വറ്റി നല്ല ഡ്രൈ ആയിട്ട്, ഓവറായിട്ട് ഡ്രൈ ആക്കി എടുക്കണ്ട. ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റണ വരെ നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കുക. ശർക്കരയുടെ വെള്ളമൊക്കെ നന്നായിട്ട് നമ്മൾ വറ്റിച്ചെടുത്തില്ലെങ്കിൽ അത് കോഴിക്കോട്ട ഉണ്ടാക്കുന്ന സമയത്ത് പിന്നെ അത് നമ്മൾ പുഴുങ്ങിയെടുത്തതിന് ശേഷം അതിൽ നിന്ന് ഇങ്ങനെ ശർക്കര നീരിങ്ങനെ ഒലിച്ച് വന്നുകൊണ്ടിരിക്കും. അതപ്പോൾ നമുക്ക് അത്ര സുഖമായിട്ട് തോന്നില്ല. അപ്പോൾ അതിൽ നല്ലത് ഈ വെള്ളമൊക്കെ വറ്റിച്ച് അത് പാകമാക്കി സെറ്റാക്കി എടുക്കുക. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നന്നായിട്ട് അതിങ്ങനെ ഇരിക്കും. അപ്പോൾ നമ്മുടെ ശർക്കരയും തേങ്ങയും വിളയിച്ചത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് തീ ഓഫ് ചെയ്ത് ചൂടാറാനായിട്ട് വയ്ക്കാം. ഇനി നമുക്ക് അരിപ്പൊടി നനച്ചെടുക്കാം. ഇതിന് പത്തിരിപ്പൊടി, ഇടിയപ്പത്തിൻ്റെ പൊടി, ഇങ്ങനെ നൈസായിട്ടുള്ള പൊടി നമുക്കതിന് ഉപയോഗിക്കാം. ആദ്യം കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ട് അതിലേക്ക് പൊടിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. എന്നിട്ട് വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ ആ വെള്ളം കുറച്ചീശയായിട്ട് നമുക്ക് പൊടിയിലേക്ക് ചേർത്ത് പൊടി നന്നായിട്ട് കുഴച്ച് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം ഒന്നിച്ച് ഒഴിക്കാതെ ഇത്തിരീശെ ഒഴിച്ച് ആവശ്യത്തിനനുസരിച്ച് അതങ്ങനെ നമ്മൾ കയ്യിൽ വെച്ച് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നന്നായിട്ട് എല്ലാവിടെയും ആവുന്ന രീതിയിൽ കുറച്ചീശെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് വീട്ടിൽ പൊടിപ്പിക്കണ പൊടിയായാലും മതി. ഇതിപ്പോൾ ഞാൻ വീട്ടിൽ തന്നെ പൊടിപ്പിച്ചിരിക്കുന്നതാണ്. നൈസായിട്ട് പൊടിപ്പിക്കണ ഏത് പൊടി വെച്ചിട്ട് നമുക്ക് ഇത് ചെയ്യാം. തരിയുള്ള പൊടി പറ്റില്ല, പുട്ടിൻ്റെ പൊടിയൊന്നും പറ്റില്ല. അപ്പോൾ നമ്മളത് നന്നായിട്ട് നനച്ചെടുത്തു. ഇനി നമുക്ക് ഇപ്പോൾ ഇത്തിരി ചൂടുണ്ട്, അത് കാരണം അത് നന്നായി കുഴയ്ക്കാൻ പറ്റില്ല. ഇനി അത് നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ പക്ഷേ ഈ ചൂടിൽ അതൊന്ന് 5 മിനിറ്റ് ഇരുന്നിട്ട് ഒന്നും കൂടി സോഫ്റ്റ് ആവാനായിട്ട് നമുക്കത് മൂടി വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുഴയ്ക്കാം. അപ്പോൾ ചൂടൊക്കെ ഇത്തിരി കുറഞ്ഞു. ഇത് നന്നായിട്ട് കുഴച്ചെടുക്കുക. ചപ്പാത്തി മാവിനൊക്കെ കുഴക്കണ പോലെ നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാനായിട്ട് നല്ല എളുപ്പമായിട്ട് കിട്ടും. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് കുഴച്ചെടുത്തു. ഇനി നമുക്ക് ഓരോ ചെറിയ ഉരുളകളായിട്ട് എടുത്തിട്ട് കോഴിക്കോട്ട ഉണ്ടാക്കാം. കയ്യിലിങ്ങനെ ഒട്ടുകയെന്ന് തോന്നുകയെന്ന് വെച്ചാൽ ഇത്തിരി നെയ്യോ ഇത്തിരി വെളിച്ചെണ്ണയോ തൊട്ടിട്ട്, അല്ലെങ്കിൽ വെള്ളത്തിലൊന്ന് വെറുതെ ഇങ്ങനെ തൊട്ടിട്ട് നമ്മളിതിങ്ങനെ ചെറിയ ഒരു കപ്പ് പോലെ ആക്കിയിട്ട് ആ ഷേപ്പിലേക്ക് ആക്കിയിട്ട് എടുക്കുക. ഒട്ടണില്ലെങ്കിൽ പിന്നെ വെള്ളത്തിൻ്റെ നെയ്യിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇത് അങ്ങനെ ഒട്ടി ഇതായില്ല, അത് നന്നായിട്ട് നമുക്ക് കുഴച്ച് കിട്ടി. അപ്പോൾ അതൊരു ചെറിയ ഷേപ്പ്, കപ്പ് പോലത്തെ ഷേപ്പാക്കിയിട്ട് അതിൽ നടുവിലോട്ട് നമുക്ക് ആവശ്യത്തിന് തേങ്ങ വിളയിച്ചത് വെച്ചിട്ട്
അത് ക്ലോസ് ചെയ്യാം. എല്ലാ മൂലയും നന്നായി ക്ലോസ് ചെയ്തിട്ട് അതൊരു ഉരുണ്ട ഷേപ്പിലേക്ക് ആക്കിയിട്ട് എടുക്കുക. ക്ലോസ് ചെയ്യുമ്പോൾ തന്നെ അത് ഷേപ്പ് നന്നായിട്ട് ഉണ്ടാക്കാൻ അറിയണവരാണെന്ന് വെച്ചാൽ കറക്റ്റ് അതൊരു ഉരുണ്ട ഷേപ്പിലായിട്ട് തന്നെ വരും. അപ്പം എൻ്റെ അത്ര അങ്ങോട്ട് ഷേപ്പ് വന്നിട്ടില്ല. അപ്പം ഞാനതൊന്ന് കയ്യിൽ വെച്ച് ഉരുട്ടി അതൊരു ഉരുണ്ട ഷേപ്പിലേക്ക് ആക്കിയിട്ട് എടുത്തു. അപ്പം നമ്മളത് ഓട്ടയൊന്നും ഇല്ലാതെ കൃത്യമായിട്ട് ക്ലോസ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മളത് പുഴുങ്ങാൻ വയ്ക്കുമ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ ശർക്കര നീര് ഒലിച്ച് വരും. അപ്പോൾ അതേ ഇപ്പോൾ നമ്മുടെ എല്ലാ കോഴിക്കോട്ടയും റെഡിയായി. ഇനി നമുക്കത് പുഴുങ്ങാനായിട്ട് വെക്കാം. അപ്പോൾ അതേ വെള്ളം തിളച്ചു. അപ്പോൾ നമ്മളത് പുഴുങ്ങാനായിട്ട് വെച്ചു. ഇനി നമുക്കത് മൂടി വയ്ക്കാം. ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് കോഴിക്കോട്ട കുക്കായിട്ട് കിട്ടും. അധികം ടൈം എടുക്കില്ല. അത് നമ്മൾ പൊടി വാട്ടിയതൊക്കെയാണല്ലോ, അപ്പോൾ അധികം കുക്കാവാനായിട്ടില്ല. അപ്പോൾ അതേ നമ്മുടെ കോഴിക്കോട്ടയൊക്കെ കുക്കായി. അപ്പോൾ നമുക്കിനി അത് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റിയായ കോഴിക്കോട്ട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ചൂടൊക്കെ ആറി. അപ്പോൾ നമ്മൾ ഓരോന്നോരോന്നായിട്ട് സെർവിങ് ബൗളിലോട്ട് മാറ്റുകയാണ്. 4 മണി പലഹാരമായിട്ടും കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് ഐറ്റമാണ്. നല്ല ഹെൽത്തിയാണ്. നമ്മൾ ആവിയിലൊക്കെ പുഴുങ്ങിയെടുക്കണ കാരണം. ഓശാന പെരുന്നാളിൻ്റെ തലേദിവസം നമ്മുടെ വീടുകളിൽ ഒഴിച്ചുകൂടാനാവാത്തൊരു പലഹാരമാണിത്. അപ്പോൾ എല്ലാവർക്കും ഓശാനയുടെ ആശംസകളൊക്കെ നേരുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ബൈ.